സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേഷൻ. ആ സെലിബ്രേഷന് മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സിനിമ നടി ഭാവനയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും അവരുടെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ഭാവനയാണ് ഇത്തവണത്തെ ഈ ഒരു പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തമായിട്ടുള്ള സൂചനയാണ്. വിളിക്കണമെങ്കിൽ വിളിക്കാവുന്ന ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ചില ആളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് രക്ഷപ്പെട്ടിട്ട് വന്നു എന്ന് പറയപ്പെടുന്ന ചില ആളുകളൊക്കെ വേണമെങ്കിൽ ക്ഷണിക്കാം. ഈ പരിപാടിയുടെ ചടങ്ങിലേക്ക് അത്തരം ആളുകളൊക്കെ വിളിക്കാം. പക്ഷെ വിളിച്ചിട്ടില്ല. വിളിച്ച ആളുകളിൽ ഒന്ന് നമ്മുടെ ഭാവനയാണ്, ഒന്ന് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില വീഡിയോകളൊക്കെ കാണേണ്ടി വരുമെന്നുണ്ട്. ആ വീഡിയോകളൊക്കെ ഏതെങ്കിലും ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. പങ്കുവച്ച മോഹൻലാലിനെതിരെ ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം. മോഹൻലാൽ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. വിധി വന്നതോടെ ദിലീപ് തന്നെയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. തെറ്റ് ചെയ്തതുകൊണ്ടാണ് വിധി വന്ന ദിവസം മറ്റൊരു നടിയുടെ പേര് പറഞ്ഞത്. അവൾ അടുത്ത ചൂടും. അപ്പോ ഞാനിപ്പോ ഇത് ആരാന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. ഭാഗ്യലക്ഷ്മിയാണ് ഒപ്പം വന്നിരിക്കുന്നത് ഭാവനയോടൊപ്പം. കൃത്യമായിട്ടും ഈ വിധി വന്ന ദിവസങ്ങളല്ല, ഇപ്പോഴും നമ്മുടെ അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അതിലൊന്ന് നമ്മുടെ പൃഥ്വിരാജാണ്. അന്ന് ഇന്നും വാക്ക് മാറ്റിയിട്ടില്ല. വാക്ക് മാറ്റിയ ആളുകളെ ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആസിഫിലെ അടക്കമുള്ള ആളുകളൊക്കെ കൊണ്ടുവയ്ക്കാം. പിന്നെ ഒന്ന് മോഹൻലാലാണ്. രണ്ടുപേരുടെ ഒപ്പം നിൽക്കുന്നു. എന്താ പറയുക, ആരും എതിർക്കുന്നില്ല. ഞാൻ അവനോടൊപ്പം സിനിമ ചെയ്യും, അവനെ സപ്പോർട്ട് ചെയ്യും, ഒപ്പം അതിജീവിതരൊക്കെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്നവരാണ്. നമുക്കാണെങ്കിൽ ഒരു വാക്ക് പോലും നേരം പോലെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു വിവരം. എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ നമ്മുടെ സിനിമാ മേഖല ഇങ്ങനെ ആകെ തകർന്ന് തരിപ്പണാക്കി നാറാണക്കലായി നിൽക്കുന്ന സമയത്താണ് ഒരു മടിയും കൂടാതെ ഇവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജും ഒപ്പം തന്നെ നമ്മുടെ ഈ ഭാഗ്യലക്ഷ്മി പോലുള്ള WCCയിൽ പല അംഗങ്ങളൊക്കെ ശക്തമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കും. ഈ അതിജീവിതം തന്നെ പറയുന്നു എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന്, തനിക്ക് വേണ്ട നീതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് അതിജീവിതം പറയുന്നു. ഇത് കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ അകത്തായിട്ടുള്ളത്. ഇതിന്റെ ശരിക്കുള്ള സൂത്രധാരന്മാർ ഇപ്പോഴും പുറകിൽ തന്നെയാണ്. അവരെ ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് മഞ്ജു വാര്യർ പറയുന്നു. അവർ പോസ്റ്റ് ഇടുന്നു. രണ്ടുപേരും പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഗംഭീരമായിട്ട് വൈറലാവുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളുകളൊക്കെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഭാഗമായിരിക്കണം ഈ നടിമാരൊക്കെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ കാരണം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അദ്ദേഹം ആ നടിയെ ക്ഷണിച്ച രീതിയാണ്. നോക്കൂ, മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നുണ്ട്. വരുന്ന ആളുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നത്. വരുന്ന ആളുകൾ ഓരോരുത്തരെയും കൈകൂപ്പി സ്വീകരിച്ചു വരുന്ന സമയത്ത് നമുക്കറിയാം ഭാഗ്യലക്ഷ്മിയും ഒപ്പം തന്നെ നമ്മുടെ നടിയും കൂടിയിട്ട് നടന്നിങ്ങനെ വരുന്നു. കുറച്ച് അകലെയാണ്, 1-1.5 മീറ്റർ അകലെയാണ്. കൈകൂപ്പുന്നു. സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. ആ സുഖമാണ് എന്ന് ഉത്തരം പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് കാണുന്ന ഒരു ജസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രി ആ നടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വാ. പക്ഷേ ഒരു മുതിർന്ന ഒരു കാരണവർ, ഒരു മുത്തശ്ശനൊക്കെ ചെറുമകളെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പോലെയുള്ള ഒരു ജസ്റ്ററാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു മടിയും കൂടാതെ ഈ പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. അദ്ദേഹം എന്തൊക്കെയോ ചോദിക്കുന്നു. അത് ഓഫ് ദ റെക്കോർഡാണ്, അല്ലെങ്കിൽ നമുക്കത് കേൾക്കുന്നില്ല. എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് അതിനിടയിൽ വെച്ച് പോലും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫിന്റെ കാര്യങ്ങളെന്നും ഒരു ഭയവും വേണ്ട, സർക്കാർ ഒപ്പമുണ്ടെന്നും നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്നുള്ള ചില വാക്കുകളായിരിക്കണം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. വേണമെങ്കിൽ അതൊന്നുകൂടി കാണാം. നോക്കൂ, അതാ രണ്ടുപേര് ഇറങ്ങി വരുന്നു. ഭാവനയാണ്, തൊട്ടുപുറകില് ഭാഗ്യലക്ഷ്മിയുണ്ട്. സുഖാണല്ലോ അല്ലേ? പിന്നെ അതാ വിളിക്കുന്നു തൊട്ടടുത്തേക്ക്. അവിടെ തൊട്ടടുത്തേക്ക് ഭാവനയെ വിളിച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ ഭാവന തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ ചിരിച്ചിട്ടാണ്. പിന്നീട് അവരുടെ മുഖം ഗംഭീരമായിട്ട് മാറുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? മിക്കവാറും അവിടെ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ചെറിയ നിമിഷത്തിൽ പോലും മുഖ്യമന്ത്രി ഭാവനയുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം.
അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കാം? ഇതിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് ഇനി ഭയപ്പെടേണ്ട ആളുകൾ? സിനിമാ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന ചില പേട്ടന്മാരെല്ലാം തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ഭയപ്പെടേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നിപ്പോകുന്നത്. കാരണം പിണറായി വിജയനാണ്. എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ പെട്ടെന്നൊന്നും ആ കാല് പിന്നോട്ട് വലിക്കുന്ന ചങ്ങാതിയല്ല. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം കാണാൻ വേണ്ടിയിട്ട് ഈ ചങ്ങാതി ശ്രമിക്കുന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഈ നടിമാരൊക്കെ പറയുന്ന പോലെ ഒരു പ്രതീക്ഷിക്കുന്ന, ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കേരളത്തിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അല്ലെങ്കിൽ നിമിഷങ്ങളിൽ ദിവസങ്ങളിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നിങ്ങൾക്കോ? ബൈ.